ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, കഷ്ടതകൾ കടന്നു വരുന്നത് നമ്മെ തകർക്കുവാനല്ല, നമ്മെ ഉയർത്തുവാനാണ്. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, യെരമ്യാ പ്രവചന പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചന പ്രകാരം വായിക്കുന്നു. യഹോവയിൽ നിന്ന് യെരമ്യാവിനുണ്ടായ അരുളപ്പാടെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഈ നല്ലൊരു പ്രഭാവത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, കുശവൻ്റെ കയ്യിലുണ്ടായിരുന്ന കളിമണ്ണ് കുശവൻ്റെ കരങ്ങൾ ചലിച്ചപ്പോൾ കളിമണ്ണ് ഒരു പാത്രമായി മാറി. കളിമൺ പാത്രം ഇപ്രകാരം വിളിച്ചു പറയും, കുശവൻ്റെ കയ്യാൽ ഞാൻ മെനയപ്പെട്ടപ്പോൾ, കുശവൻ്റെ ചക്രത്തിന്മേൽ ഞാൻ കറങ്ങിയപ്പോൾ, കുശവൻ്റെ കയ്യിൽ കുശവൻ രൂപം വരുത്തിയപ്പോൾ എനിക്ക് ചില കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ കുശവൻ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി എന്നെ തീർത്തു. മാത്രമല്ല, കളിമൺ പാത്രം വിളിച്ചു പറയും, കുശവൻ്റെ കയ്യാൽ എനിക്ക് രൂപം വരുത്തിയപ്പോൾ, തീച്ചൂളയിലൂടെ എന്നെ കടത്തിവിട്ടപ്പോൾ ഞാൻ കരുതി ഈ കുശവന് എന്നോട് ഇഷ്ടമല്ല എന്ന്. എന്നാൽ തീച്ചൂളയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അത്ര എനിക്ക് മനസ്സിലായത് കുശവൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്ന്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, കുശവനാകുന്ന ദൈവം നമ്മെ മെനഞ്ഞ് തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടത്തിവിടാറുണ്ട്. അത് നമ്മെ തകർക്കുവാനല്ല, നമ്മെ ഒരുക്കുവാനാണ്. കുശവൻ മെനയപ്പെട്ട കളിമൺ പാത്രം ഒരു മനുഷ്യൻ്റെ കരങ്ങളിലെടുത്ത് മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കളിമൺ പാത്രം എന്തുമാത്രം ഭംഗിയാണ്, ഇതെങ്ങനെയാണ് നിങ്ങൾ നിർമ്മിച്ചത്? ഈ കളിമൺ പാത്രത്തിലെ മനോഹരമായ ചിത്രങ്ങൾ വെട്ടി തിളങ്ങുന്നുണ്ടല്ലോ, ഇത് എത്ര വർഷം മായാതെ നിൽക്കും? എന്നാൽ കുശവൻ തിരിച്ചു പറയപ്പെടുന്നൊരു മറുപടിയുണ്ട്, ഞാൻ ചക്രത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കളിമണ്ണ് എൻ്റെ കയ്യിൽ നിന്ന് ചീത്തയായിപ്പോയി. എന്നാൽ എനിക്ക് അപ്പോൾ തോന്നിയതുപോലെ ഞാൻ ആ കളിമണ്ണിന് രൂപഭംഗിയാക്കി മറ്റൊരു പാത്രമാക്കി തീർത്തു. മാത്രമല്ല, നല്ല ലായനി പുരട്ടി മനോഹരമായ ചിത്രങ്ങൾ പതിപ്പിച്ച് തീച്ചൂളയുടെ അകത്ത് കടത്തിവിട്ടു. ആ തീച്ചൂളയുടെ അനുഭവത്തിൽ നിന്ന് വെട്ടിത്തിളങ്ങപ്പെട്ടതാണ് ഈ ചിത്രങ്ങൾ. ഇതെത്ര വർഷമായാലും മായത്തില്ല. ഇനി ഈ കലം പൊട്ടിയാലേ ഇതിലെ ചിത്രങ്ങൾ മാറത്തുള്ളൂ എന്ന് പറവാനിടയായി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിനകത്ത് മറ്റാർക്കുമില്ലാത്ത ചില കഷ്ടതകൾ കടന്നു വരുമ്പോൾ, മറ്റാർക്കുമില്ലാത്തൊരു തീച്ചൂളുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഭാരപ്പെടേണ്ട. കഷ്ടത്തിലാണോ തകർച്ചയിലാണോ, നമ്മെ മറ്റാർക്കുമില്ലാത്ത കൃപകൾ നൽകി നമ്മെ മാനിപ്പാനാണ് ദൈവം ചില തീച്ചൂളുടെ അനുഭവത്തിലൂടെ നമ്മെ കടത്തിവിടുന്നത്. കുശവനാകുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചാൽ തക്ക സമയമാകുമ്പോൾ നമ്മെ ഒരു പൊൻപാത്രമാക്കി ദൈവം മാറ്റുമെന്നുള്ളതാണ്. ഭക്തനായ യോസേഫിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഭക്തനായ യോസേഫിനെ ദൈവം ഒത്തിരി മെനഞ്ഞു. മറ്റാർക്കുമില്ലാത്ത കഷ്ടതകൾ, പൊട്ടക്കിണറിൻ്റെ അനുഭവം, പോത്തിഫറിൻ്റെ ഭവനത്തിനകത്തുള്ള നിന്ദയുടെ അനുഭവം, കാരാഗ്രഹത്തിൻ്റെ അനുഭവം, ഒത്തിരി വിഷയങ്ങളൊക്കെയും ഭക്തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അവിടെയൊക്കെയും മെനഞ്ഞെടുത്ത് ദൈവം ഭക്തനായ യോസേഫിനെ മിസ്രൈമിലെ മന്ത്രിയാക്കി മാറ്റി, ശ്രേഷ്ഠ പദവി നൽകി, ഒരു പൊൻപാത്രമാക്കി മാറ്റി. വനാന്തരങ്ങളിൽ ആടുമേയ്ച്ച് നടന്ന ഭക്തനായ ദാവീദിനെ ദൈവം കുശവൻ്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ മെനഞ്ഞെടുത്ത് രാജകൊട്ടാരത്തിലെ രാജാവാക്കി മാറ്റി. ഭക്തനായ യാക്കോബിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ലാബാൻ്റെ ഭവനത്തിനകത്ത് ദൈവം യാക്കോബിനെ മെനഞ്ഞു. ലാബാൻ്റെ ഭവനത്തിനകത്ത് യാക്കോബിനെ ദൈവം ഒരുക്കി. ശേഷം യാബോക്ക് എന്ന കടവലിൽ വെച്ച് ദൈവവുമായി മൽപ്പിടുത്തം നടത്തിയപ്പോൾ ദൈവം യാക്കോബിന് പേര് മാറ്റി ഇസ്രായേലാക്കി മാറ്റി. ഭക്തനായ മോശയുടെ ജീവിതത്തിനകത്തും മരുഭൂമിയിൽ ഒരുക്കപ്പെടൽ അനുഭവം ഉണ്ടായിരുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത കഷ്ടതകൾ കടന്നു വരുന്നത്, പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ കടന്നു വരുന്നത്, പ്രതീക്ഷിക്കാത്ത പരാജയങ്ങൾ കടന്നു വരുന്നത്, പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ കടന്നു വരുന്നത്, കടബാധ്യതകൾ കടന്നു വരുന്നത് നമ്മെ തകർക്കുവാനല്ല, നമ്മെ പണിയുവാനാണ്, നമ്മെ ഉയർത്തുവാനാണ്.
ആകയാൽ ഏത് കഷ്ടതയിലും വിശ്വാസം മുറുകെ പിടിക്കുവാനും ദൈവിക പദ്ധതികളെ തിരിച്ചറിയുവാനും വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.